രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം 17. യഹോഷാഫാത്ത്. ആസായ്ക്ക് ശേഷം മകൻ യഹോഷാഫാത്ത് രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ തൻ്റെ നില ഭദ്രമാക്കി. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എഫ്രൈം ദേശത്തു നിന്ന് തൻ്റെ പിതാവായ ആസ പിടിച്ചെടുത്ത പട്ടണങ്ങളിലും പട്ടാളത്തെ നിയോഗിച്ചു. തൻ്റെ പിതാവിൻ്റെ ആദ്യകാല മാതൃകയനുസരിച്ച് ബാലിനെ സേവിക്കാതിരുന്നതിനാൽ കർത്താവ് യഹോഷാഫാത്തിനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ പിതാവിൻ്റെ ദൈവത്തെ തേടുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തു. ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗം സ്വീകരിച്ചതുമില്ല. കർത്താവ് യഹോഷാഫാത്തിന് രാജ്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം നൽകി. യൂദാ മുഴുവനും അവന് കാഴ്ചകൾ കൊണ്ടുവന്നു. അങ്ങനെ അവൻ്റെ ധനവും മാനവും പെരുകി. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. യൂദായിലെ പൂജാഗിരികളും അക്ഷേരാപ്രതിഷ്ഠകളും നശിപ്പിച്ചു. തൻ്റെ 3-ാം ഭരണവർഷം യഹോഷാഫാത്ത് യൂദാ നഗരങ്ങളിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉപദേഷ്ടാക്കളായി ബെൻഹായിൽ, ഒബാദിയ, സക്കറിയ, നെഥാനേൽ, മിഖായ എന്നിവരെ അയച്ചു. അവരോടൊപ്പം ലേവ്യരായ ഷെമായ, നെഥാനിയ, സെബാദിയ, അസഹേൽ, ഷെമിറാമോത്ത്, യഹോനാഥൻ, അദോനിയ, തോബ് അദോനിയ എന്നിവരെയും പുരോഹിതന്മാരായ എലീഷാമ, യഹോറാം എന്നിവരെയും അയച്ചു. അവർ കർത്താവിൻ്റെ നിയമഗ്രന്ഥവുമായി യൂദാ നഗരങ്ങളിലെല്ലാം ചെന്ന് ജനത്തെ പഠിപ്പിച്ചു. യൂദായ്ക്ക് ചുറ്റുമുള്ള ജനങ്ങളിൽ കർത്താവിനെക്കുറിച്ചുള്ള ഭീതി പരന്നതിനാൽ അവരാരും യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് പോയില്ല. ഫിലിസ്ത്യരിൽ ചിലർ യഹോഷാഫാത്തിന് കാഴ്ചയായി ധാരാളം വെള്ളിയും മറ്റ് സമ്മാനങ്ങളും കൊണ്ടുവന്നു. 7700 ചെമ്മരിയാടുകളെയും 7700 കോലാടുകളെയും അറബികൾ സമ്മാനിച്ചു. യഹോഷാഫാത്ത് അടിക്കടി പ്രബലനായിക്കൊണ്ടിരുന്നു. യൂദായിലെങ്ങും കോട്ടകളും സംഭരണ നഗരങ്ങളും പണിതു. അവിടെ ധാരാളം വിഭവങ്ങൾ ശേഖരിച്ചു. ജെറുസലേമിൽ വീരയോദ്ധാക്കളുടെ വ്യൂഹങ്ങളെ നിയോഗിച്ചു. ഗോത്രക്രമത്തിൽ അവരുടെ പേരുവിവരം: യൂദാ ഗോത്രത്തിലെ സഹസ്രാധിപന്മാരുടെ തലവൻ അദ്നാം. അവരുടെ കീഴിൽ 3,00,000 പടയാളികൾ. രണ്ടാമൻ യഹോഹനാൻ. അവൻ്റെ കീഴിൽ 2,80,000 പേർ. മൂന്നാമൻ സിക്രിയുടെ മകൻ അമസിയാം. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി തന്നെ സമർപ്പിച്ച അവൻ്റെ കീഴിൽ 2,00,000 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ സൈന്യാധിപൻ എലിയാഥാം. വീരപരാക്രമിയായ അവൻ്റെ കീഴിൽ പരിചയും വില്ലും ഉപയോഗിക്കുന്ന പടയാളികൾ 2,00,000. നാലാമൻ യഹോസാബാദ്. അവൻ്റെ കീഴിൽ ആയുധധാരികൾ 1,80,000. യൂദായിലെ സുരക്ഷിത നഗരങ്ങളിൽ നിയമിച്ചിരിക്കുന്നവർക്ക് പുറമേയുള്ള രാജ്യസേവകരാണിവർ. കർത്താവിൻ്റെ വചനം.